നമസ്കാരം. എല്ലാവർക്കും നമ്മളുടെ പ്രോഗ്രാമായ കണ്ടതും കേട്ടതും പരിപാടിയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ 40 ഞാനിപ്പോൾ ആലപ്പുഴയിൽ കുട്ടനാട്ടിലാണ്. എൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ഇപ്പോൾ ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് കുറച്ച് പ്രായമൊക്കെ ആയതുകൊണ്ട് അവരെ നോക്കാനായിട്ടൊക്കെ ഇപ്പം ഞാൻ വീട്ടിൽ നിൽക്കുകയാണ്. ആ സമയത്ത് ഞാൻ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് കുറച്ച് കൃഷിയും കാര്യങ്ങളും ഒക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് കുറേ പച്ചക്കറി തോട്ടമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മളൊക്കെ ഒന്ന് മനസ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിൽ ഒരു ചെറിയ ഒരു പച്ചക്കറി തോട്ടവും പൂന്തോട്ടവും ഒക്കെ നമുക്കുണ്ടാക്കാൻ സാധിക്കും. നമ്മൾ ഈ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടിരുന്ന ഈ വിഷപടിച്ച ഈ പച്ചക്കറിയൊക്കെ കഴിക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് പറ്റുന്ന രീതിയിൽ അധികം സ്ഥലമൊന്നും വേണ്ടല്ലോ. വെണ്ട വെക്കാനായിട്ട് ഒരു 2-3 ചോട് വെച്ചാൽ പോരെ. ഒരു 3 ചാക്കുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെണ്ടയ്ക്ക കിട്ടും. പിന്നെ അതുപോലെ തന്നെ വഴുതനങ്ങ 2-3 ചാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള വഴുതനങ്ങ കിട്ടും. അതുപോലെ തന്നെ പയറ്, അങ്ങനെയുള്ള സാധനങ്ങൾ, മുളകിനൊന്നും അധികം സ്പേസ് വേണ്ട. അപ്പം ഞാൻ പറഞ്ഞ നമ്മുടെ മുറ്റത്ത് തന്നെ വെക്കത്തക്ക രീതിയിലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് മേടിക്കാതെ, പിന്നെ കുറച്ച് പാവല് 1-2 ചോട് മതിയെന്ന് ഇഷ്ടം പോലെ കായ്ക്കും. നല്ല ഒരു ഇച്ചിരി വളമൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, വെള്ളമൊക്കെ നനവൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇത് കായ്ക്കും. നമ്മൾ ഈ പറഞ്ഞ കണക്ക് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടിരുന്ന വിഷമടിച്ച് ഉള്ള തമിഴർ തരുന്ന ആ പച്ചക്കറി കഴിക്കുന്നതിനേക്കാളും നല്ലത് നമ്മളുടെ വീട്ടുമുറ്റത്ത് വെക്കുന്ന നമ്മളുടെ പച്ചക്കറി നമുക്ക് കഴിക്കാൻ പറ്റും. അങ്ങനെ ഓരോ വീട്ടുകാരും ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ കേരളത്തിൽ നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ള പച്ചക്കറി നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. പക്ഷെ നമ്മളുടെയൊക്കെ മടിയൊക്കെ കൊണ്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലെ അത്യാവശ്യം കുറേ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പച്ചക്കറിയൊക്കെ വെച്ചിട്ടുണ്ട്. വെണ്ട, പയറ്, മുരിങ്ങ, വഴുതന, അതുപോലെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. പിന്നെ അതുകൂടാതെ നമുക്ക് ഞങ്ങളുടെ വീട്ടിലിപ്പോൾ ഒരുവിധം പച്ചക്കറികളൊക്കെ ഇപ്പോൾ ഞങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നാരങ്ങയുണ്ട്, കറി വെക്കുന്ന കരുനാരകമുണ്ട്, ചെറുനാരകമുണ്ട്. പിന്നെ ഇപ്പം ഞാൻ കുറേ തെങ്ങിൻ തൈ വാങ്ങി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇപ്പം ഞാൻ പറിച്ച് നടുകയൊക്കെയാണ്. അതുപോലെ വാഴ, എല്ലാ ഇനം വാഴയും ഇപ്പം ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വിഷമടിക്കാത്ത നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ നമുക്ക് കഴിക്കാം. ഇത് കുറച്ച് കപ്പത്തോട്ടമാണ്. ഞാൻ കുറച്ച് കപ്പ വെച്ചിട്ടുണ്ട്. കപ്പത്തോട്ടമാണിത്. ഇത് കണ്ടോ, കപ്പ ഇങ്ങനെ കുറേ ഞാൻ വെച്ചിട്ടുണ്ട് പറമ്പിൽ. അപ്പോൾ പറമ്പിലിങ്ങനെ കപ്പയാണ് ഇങ്ങനെ വളമൊക്കെ ഇട്ട് 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ വളം ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ പരുവായി കണ്ടില്ലേ, അതിങ്ങനെ വളർന്നു വരുന്നു. കുറച്ച് കപ്പ കുറേ പറമ്പിൽ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ വാഴ കണ്ടോ, കൊലച്ചിരിക്കുന്നുണ്ടോ. ഇതുപോലെ കുറേ വാഴകൾ നമുക്കുണ്ട്. അപ്പുറയൊക്കെ നിൽക്കുന്ന വാഴ തന്നെയാണ് കണ്ടോ. വാഴ, കപ്പ, പിന്നെ വാഴകളൊക്കെ തന്നെയാണിത്. പിന്നെ മാവുണ്ട് കേട്ടോ, നമുക്ക് നല്ല മാവ് പലയിടത്തായിട്ടുണ്ട് കേട്ടോ, കുറേ ഉണ്ട്. അത് ഇത് വളർന്നു വരുന്നേ ഉള്ളൂ. ചെറിയ നല്ല ഇനം കായ്ക്കുന്ന ഒരിതാണ്. പിന്നെ തെങ്ങുകൾ കുറേ ഉണ്ട്. അതിങ്ങനെ ചെറുതും വലുതും ഒക്കെ ആയിട്ട്, വലിയ തെങ്ങൊക്കെ അപ്പുറയുണ്ട്. ഇത് ചെറുതാണ്, വീടിൻ്റെ സൈഡിലായതുകൊണ്ടാണ് ചെറുത്. പിന്നെ ഇത് വെള്ളരിയാണ് കേട്ടോ, വെള്ളരിക്ക കണ്ടോ, വെള്ളരിക്ക കിടക്കുന്നത് കണ്ടോ. ഇത് കണ്ടോ, കാണാവോ, ഇങ്ങനെ കിടക്കുന്നത്. അതുപോലെ ഇതാ അപ്പുറയൊക്കെ കായ്ച്ചു വരുന്നു. അതൊക്കെ വെള്ളരിക്ക കായിട്ട് വരുന്നു കണ്ടോ. അടുത്തടുത്ത് തന്നെ വെള്ളരിക്ക കിടക്കുന്നുണ്ട്. പിന്നെ അങ്ങോട്ടൊക്കെ അപ്പുറത്തോട്ടൊക്കെ വെള്ളരിക്ക കിടപ്പുണ്ട് കേട്ടോ. അത് വെള്ളരിക്കയാണ്. വെള്ളരിക്ക കുറേ ഉണ്ട്. അത് വെള്ളരിക്കയുടെ ഇതാണ്. പിന്നെ ഇത് കണ്ടോ, ഇതെന്താണെന്ന് മനസ്സിലായോ? കുമ്പളം, നെയ്ക്കുമ്പളം കണ്ടോ, നെയ്ക്കുമ്പളമാണിത്. ഇങ്ങനെ പടങ്ങയിലേക്ക് കയറ്റി വിട്ടേക്കാണ്. കുറേ പൂവുണ്ട്, കാണാമോ. ഇതിൻ്റെ കാ കണ്ടോ, ഇതിങ്ങനെ ഒത്തിരി കായുണ്ട് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഇത് ഇനിയും വലുതാവും. ഇത് വലുതായി വരുന്നേ ഉള്ളൂ. വലുത് ഞാൻ പറിച്ചു. അതിങ്ങനെ വലുത് കണ്ടോ, കാ കണ്ടോ, ഇങ്ങനെ പൂവേന്ന് കായായി വരുന്നു. പിന്നെ അകത്തോട്ടൊക്കെ പൂത്ത് കിടക്കുകയാണ് കണ്ട. അതങ്ങനെയുണ്ട്. പിന്നെ ഇത് ചെറുനാരകം കേട്ടോ, ചെറുനാരകമാണ്. അത് കണ്ടോ, ഇങ്ങനെ കാ കിടക്കുന്നുണ്ടോ. അതിങ്ങനെ കാ പിടിച്ച് ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള വീട്ടിലേക്കൊക്കെ ഗസ്റ്റൊക്കെ പെട്ടെന്ന് വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ചെറുനാരങ്ങ ഇതിൽ നിന്ന് പറിച്ച് നമുക്കെടുക്കാം.
കണ്ടോ നാരങ്ങ കണ്ടോ, ഇതാ ചെറുനാരങ്ങ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, കണ്ടോ ഇങ്ങനെ താഴോട്ടൊക്കെ കിടപ്പുണ്ട് കണ്ടോ. പിന്നെ പൂത്തിരിക്കുന്നുണ്ടോ, പൂത്ത് വരുന്നു താഴെയൊക്കെ പൂപ്പുണ്ട്. ഇത് ചെറുനാരങ്ങ. പിന്നെ വാഴകളൊക്കെയാണ്, എല്ലായിടത്തും വാഴയുണ്ട്, പിന്നെ തൈയുണ്ട്. പിന്നെ ഇത് മനസ്സിലായത് എന്താന്ന്, ഇത് നമ്മുടെ കറുനാരങ്ങ കേട്ടോ, കറുനാരങ്ങ കേട്ടോ, ഇത് കറുനാരങ്ങയാണ്. ഉണ്ടോ ഇങ്ങനെ പലയിടത്തായിട്ട് കിടപ്പുണ്ട് കേട്ടോ. ഇത് സപ്പോട്ട, നല്ലതിലും കായ്ക്കുന്ന സപ്പോട്ടയാണ്. ഇതിങ്ങനെ വളർന്നു വരുന്നു. പിന്നെ കറിവേപ്പ്, ഇങ്ങനെ അതിങ്ങനെ കുറേശ്ശെ എല്ലായിടത്തും. ഇത് മാവ് കേട്ടോ, ഇത് നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നതാണ്. ഇത് ഇനി കുഴിച്ച് വെക്കണം. ഇത് ചാക്കിലാണ് കേട്ടോ, ഇത് ഇനി കുഴിച്ച് വെക്കണം. ഇത് ചാക്കിലായിരിക്കുന്നതിന് ഇനി എടുത്ത് കുഴിച്ച് വെക്കണം. പിന്നെ കുറച്ച് ചെടികളൊക്കെ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് മനസ്സിലായോ, ഇതാണ് നമ്മുടെ ഓർക്കിഡ്. പിന്നെ കുറേശ്ശെ മുളകൊക്കെ ഇതുപോലെ കാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ റംബുട്ടാനൊക്കെ ഉണ്ട് കേട്ടോ, റംബുട്ടാനാണത്. ഇതാ മുളകുകളൊക്കെയാണ്. ഇത് കണ്ടോ, ഇതെന്താണെന്ന് മനസ്സിലായോ, ഫാഷൻ ഫ്രൂട്ടാണ് കണ്ടോ. അതിങ്ങനെ വളർന്നു വരുന്നു, അത് പലർത്തായിട്ട് കായ്ച്ചു കിടപ്പുണ്ട്. പിന്നെ പയറ് ഒക്കെ ചാക്കിലാണ് പിടിപ്പിച്ചേക്കുന്നത് കേട്ടോ. വെണ്ട, വഴുതന, പാവയ്ക്ക. ഇത് മനസ്സിലായി, ഇതെന്താന്ന്, പനിക്കൂർക്ക. ഒരു വീട്ടിലെ ഏറ്റവും ആവശ്യമുള്ളൊരു സംഭവം പനിക്കൂർക്ക. ഇതാ അത് ചാക്കി കാണുന്ന വഴുതന. പിന്നെ വേറൊരു മാവൊക്കെ കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്നതാണ്. പിന്നെ ചേമ്പുണ്ട്, അതൊക്കെ ഇങ്ങനെ വരുന്നു. പിന്നെ മറ്റേ മത്തനും വേറെയൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഡ്രാഗൺ എന്ന് പറഞ്ഞ പഴമുണ്ടല്ലോ, അതൊക്കെ കുഴിച്ച് വെച്ചിട്ടേ ഉള്ളൂ. അതിങ്ങനെ കുറേ ഉണ്ട്, ഒരു 5-8-10 കൂനയുണ്ട്. പിന്നെ പൂവമ്പഴ, പിന്നെ ഞാലിപ്പൂവൻ, പാളയംകുടൻ, അങ്ങനെയുള്ളതൊക്കെ. പിന്നെ കുറച്ച് റോസകളൊക്കെ ഉണ്ട്, റോസയൊക്കെ പൂത്ത് നിൽക്കുന്നു. ഇതുണ്ടോ, റോസയാണ്. പിന്നെ പൂ പിടിച്ച് വരും. പിന്നെ ഇത് പനിക്കൂർക്ക. ഇത് മനസ്സിലായോ, വേലിച്ചീര എന്ന് പറഞ്ഞ സംഭവമാണ്. ഇത് കുറേ ഉണ്ട് നമുക്ക്. അതിൻ്റെ ഇലയൊക്കെ എടുത്ത് നല്ല ടേസ്റ്റാണ്. പിന്നെ ചുവന്ന ചീരയുണ്ട്, വേലിച്ചീരയുണ്ട്, അങ്ങനെയുള്ള ഐറ്റംസ്. പിന്നെ പ്ലാവുകളൊക്കെ ഇങ്ങനെ പിടിപ്പിച്ച് കണ്ടാവും. ആ വലിയ പ്ലാവ് അവിടെ ഇപ്പോൾ, ഇത് ചെറിയ പ്ലാവ്. കൊലകൾ, മാങ്ങ പൂത്ത് നിൽക്കുന്നു. പൂവായിട്ട് നിൽക്കുന്നു. ഉണ്ണിമാങ്ങ. പിന്നെ അതേ തന്നെ വലിയതുണ്ട്, വലിയ മാങ്ങ. ഇതുണ്ടോ, കയ്യെത്തി പറിക്കത്തക്ക രീതിയിൽ തന്നെയുള്ള മാങ്ങയൊക്കെ. മാങ്ങ ഉള്ളോട്ടൊക്കെ കിടപ്പുണ്ട് കേട്ടോ, ചെറിയ മാന്തയ. ഇതൊക്കെ ഇത് തന്നെയാണ്, പലയിടത്തായിട്ട് ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചാണ്. പാവല്, ഇതൊക്കെ ഞാൻ പറഞ്ഞ മറ്റേ വേലിച്ചീര. ചുവന്ന ചീരയുണ്ട്, വേലിച്ചീരയുണ്ട്, കറിവേപ്പൊക്കെയുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചിയുണ്ട്, ഇഞ്ചി. എല്ലാം നമ്മുടെ വീടിൻ്റെ മുന്നിലാണ് കേട്ടോ. എൻ്റെ ഈ കൃഷിത്തോട്ടമൊക്കെ കണ്ടല്ലോ,
എന്ന് വെച്ചാൽ ഞാൻ ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ കേട്ടോ. ഇനിയും കുറച്ചുകൂടെ നല്ല രീതിയിലൊക്കെ കുറച്ചുകൂടെ നല്ല ആക്കി വെക്കണം. കുറച്ച് നല്ല കൃഷികളൊക്കെ ഇനി കുറേ കൂടെ കൊണ്ടുവരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളും ഒക്കെ ചെയ്യുമെന്ന് ഞാനും വീട്ടിലെ കുറച്ചൊക്കെ കൃഷി ചെയ്യുമെന്ന് ഞാനും വിശ്വസിക്കുകയാണ്. കാരണം എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കുറച്ചൊക്കെ നമ്മളുടെ വീട്ടിൽ ഒത്തിരി ഒന്നും വേണ്ടെന്നേ, നമുക്ക് ഒരു 2-3 ചുവട് വെച്ച് നമ്മൾ ഓരോ കൃഷിയും ഈ പറഞ്ഞ വെണ്ട, വഴുതന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് നല്ല ഒരു പച്ചക്കറിയായിട്ട് നമുക്ക് കിട്ടത്തില്ലേ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളെല്ലാവരും കുറച്ചൊക്കെ ഒന്ന് ഈ കൃഷിയിലേക്ക് വരുമെന്നൊക്കെ ഞാൻ വിശ്വസിച്ചുകൊണ്ട് നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.